അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ നിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. വല്ലാദിയാതി ളബ്ഹാ ഫൽമുരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖാ ഫവസത്ന ബിഹി ജമാ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂർ. അല്ലാഹു പറയുകയാണ്, പെങ്ങളെ, പടക്കളത്തിൽ ഓടി വരുന്ന, വളരെ വേഗത്തിൽ ചീറിപ്പാഞ്ഞു വരുന്ന കുളമ്പുകൾ പാറക്കല്ലിലടിച്ചിട്ട് തീപാറുന്ന കുതിരക്കൂട്ടങ്ങളെ സത്യം ചെയ്തുകൊണ്ടല്ല പറയോ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂർ. മനുഷ്യനവന്റെ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവനാ. ഇവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, എന്തിനല്ലാഹു കുതിരയെ പറഞ്ഞു? നായെ പറഞ്ഞ പോരായിരുന്നു? നായയല്ലേ ഏറ്റവും നന്ദിയുള്ള ജീവിയായിട്ട് നിങ്ങൾ പറയാം. പക്ഷെ അള്ളാഹു നായ നന്ദിയുള്ള ജീവിയാണെന്നും ഖുർആനിലൂടെ പറഞ്ഞിട്ടില്ല. നായക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ വാലാട്ടും. നായ നിങ്ങൾ വിളിക്കുമ്പോ കമാൺ ജിമ്മി എന്ന് പറയുമ്പോ ഓടി വരും. മക്കളെ വിളിച്ചാൽ മക്കൾ വരൂല. അപ്പൊ നായ നന്ദിയുള്ളവരാണെന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചതാ. എന്നാൽ ഈ നന്ദിയുള്ള നായ ചില മുതലാളിമാരെ കടിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന് ആ നായയെ എടുത്ത് ഖുർആനിലൂടെ ഉപമിക്കാൻ കഴിയില്ല. ആ ജീവിയെ കുറിച്ച് അള്ളാഹുവിന് അറിയാം. കുതിരയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? കുതിരയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്തിനാ? കുതിര ഏറ്റവും കൂടുതൽ നന്ദിയുള്ള ഒരു ജീവിയാണ് കുതിര. മുസോളിനിയെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? മുസോളിനി ആരാ? മുസോളിനി ലോകത്തെ ഏറ്റവും വലിയ അക്രമം നടത്തിയവനാ. കണ്ണിൽ കാണുന്നവരെ മുഴുവനും കൊന്നൊടുക്കിയവനാ. എത്രയോ കൊലപാതകം ഈ രാജ്യത്തിന്റെ മണ്ണിൽ നടത്തിയവനാണ് മുസോളിനി. ആ മുസോളിനിക്ക് ജീവിതത്തിൽ സ്നേഹമുണ്ടായിരുന്ന ഒരേ ഒരു രംഗം തന്റെ കുതിരയോട് മാത്രമായിരുന്നു. ആ കുതിര മരിച്ചപ്പോ ജീവിതത്തിൽ ആദ്യമായി മുസോളിനി കരഞ്ഞു എന്നാണ് ചരിത്രം പറയാം. അക്ബർ ചക്രവർത്തിക്ക് കുതിരയുണ്ടായിരുന്നല്ലോ. യുദ്ധം ചെയ്തുകൊണ്ട് ഓരോ രാജ്യം കീഴടക്കിയത്, ഓരോ നാട് വെട്ടിപ്പിടിച്ചത് ആ കുതിരപ്പുറത്തായിരുന്നു. എന്തുകൊണ്ടെന്നറിയോ? ഈ കുതിര യജമാനെ വഞ്ചിക്കൂല. നമ്മളിപ്പോ പാർക്കിൽ പോവാൻ, എന്റെ മക്കളെ കൊണ്ട് പാർക്കിൽ പോകുമ്പോ കുതിര കാണുമ്പോ മക്കൾ പറയില്ല, വാപ്പച്ച അതിലൊന്ന് കയറണം വാപ്പച്ച. അപ്പൊ അവര് പറയാം 50 രൂപ, 100 രൂപ, 150 രൂപ, 200 രൂപ എന്ന് പറയും. എത്ര പേടിത്തൊണ്ട മൊയിലാരാണെങ്കിലും മക്കൾ അതിന്റെ അകത്ത് ധൈര്യമായിട്ട് കയറ്റുന്നത് എന്തുകൊണ്ടാ? ഈ കുതിര ഇവിടെ നിൽക്കുന്ന മുതലാളി പറയണവരെ കേൾക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടാ. അല്ലാതെ മോനെ കൊണ്ട് കുതിര ഓടിയാലോ? അങ്ങനെ ഓടൂല. അങ്ങനെ ഓടാൻ യവൻ സമ്മതിക്കില്ല. അതിന് ഭക്ഷണം കൊടുക്കുന്ന ഈ മുതലാളി, അതിനെ തലോടുന്ന ഈ യജമാനൻ, അതിന്റെ കാര്യങ്ങൾ നോക്കുന്ന, അതിന് പുല്ല് കൊടുക്കുന്ന, കഴിക്കാൻ കൊടുക്കുന്ന ഈ യജമാനൻ അവിടം വരെ പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞാൽ ഈ കുഞ്ഞിനെയും കൊണ്ട് അവിടം വരെ പോയിട്ട് തിരിച്ചു വരും. ഇച്ചിരി മുട കാണിക്കുന്ന കുതിരയാണെങ്കിൽ അവൻ കൂടെ വരും. എല്ലാ ജീവജാലങ്ങളും ചെറിയ തരികിട ഉണ്ടാവുമല്ലോ. അതാണെങ്കിൽ കുഞ്ഞ് തറ വീടായിരിക്കാൻ വേണ്ടി അവൻ കൂടെ കുറച്ചു ദൂരം നടന്നു വരും. ഇത്ര ഉണ്ടാവുള്ളൂ. ഈ ജീവിയെ എടുത്തിട്ട് അള്ളാഹു പറയാണ് ഖുർആൻ. അള്ളാഹു എത്ര ശക്തമായ രീതിയിലാണ് ഓരോ കാര്യം നമുക്ക് പറഞ്ഞു തരിക. ഈ ജീവിയെ എടുത്തിട്ട് അള്ളാഹു പറയുന്ന വല്ലാദിയാതി ളബ്ഹാ ഫൽമുരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ. മുതലാളി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട്, മുതലാളി കുളിപ്പിക്കുമ്പോ സുഖമനുഭവിച്ചിട്ട്, മുതലാളിയുടെ പടലിൽ ജീവിക്കുന്ന ജീവിയായ കുതിരയുണ്ടല്ലോ, ആ കുതിര മുതലാളി എപ്പോ വിളിച്ചാലും കടന്നു ചെല്ലുകയാണ്. ആയത്ത് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു പറയുന്നു വൽമുഗീറാതി സുബ്ഹാ വൽമുഗീറാതി സുബ്ഹാ. പ്രഭാതം പൊട്ടിവിടുന്ന സുബഹിന്റെ സമയത്താണ് യജമാനം വന്ന് കുതിരയെ വിളിക്കുന്നതെങ്കിലും ആ കുതിര എഴുന്നേറ്റ് ചെല്ലുമത്രേ. എന്തിനാണ് ഇവിടെ അള്ളാഹു അങ്ങനെ പറഞ്ഞതെന്നറിയോ? എത്ര വക്കത്ത് നിസ്കരിച്ചാലും സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നവൻ അള്ളാഹു കൊടുത്തിരിക്കുന്ന പേര് നന്ദി കെട്ടവനെന്നാണ്. നിങ്ങൾ ഇനി 3 മണി വരെ വാത് കേട്ടാലും വാത് പറഞ്ഞാലും, 3 മണി വരെ വാത് കേട്ടാലും വാത് പറഞ്ഞാലും, സുബഹിന്റെ സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങും, നിങ്ങൾക്ക് അള്ളാഹുവും അള്ളാന്റെ മലക്കുകളും തന്നിരിക്കുന്ന പേര് നന്ദി കെട്ടവൾ, നന്ദി കെട്ടവൻ എന്നാണ്. ആ പേര് മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ നിങ്ങൾക്കൊരു വിലയില്ല. ഗൗരവത്തിൽ ചിന്തിക്കണം. ഇവിടെ അള്ളാഹു കുതിരയെ തൊട്ട് സത്യം ചെയ്തിട്ട് പറയുന്നു വൽമുഗീറാതി സുബ്ഹാ.
പ്രഭാതം പൊട്ടിവരുന്ന സുബഹിന്റെ സമയത്ത് ആ കുതിരയെ മുതലാളി വിളിച്ചാൽ ആ കുതിര ചാടി എഴുന്നേറ്റ് വരുന്നതാണ്. ആ കുതിര ചാടി എഴുന്നേറ്റ് വരുന്നതാണ്. അങ്ങനെയുള്ള കുതിരയെ തൊട്ട് സത്യം ചെയ്തിട്ട് അല്ലാഹു പറയുകയോ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദികേട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു പറയുന്നത് ശരിയല്ലേ? അല്ലാഹു തന്ന വീടിന്റെ അകത്ത് അല്ലാഹു തന്ന ഭാര്യയും മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് അല്ലാഹു തന്ന സമ്പത്തിന്റെ മനോഹരമായ കമ്പിളി വെച്ച് മൂടിയിട്ട് സുബഹിന്റെ സമയത്ത് അല്ലാഹു വിളിക്കുന്നു, അയ്യാലസ്വലാ. എടാ നന്ദി കെട്ടവനായ മനുഷ്യ, എല്ലാ ജീവജാലങ്ങളും ഉണർന്നടാ, നീ മാത്രമേ ഉള്ളൂ എന്ന് എഴുന്നേക്കടാ. അസ്വലാത്ത് അസ്വലാത്ത് ഖൈറും മിനന്നൗം. ഈ ഉറക്കത്തെക്കാളും നല്ലത് നിസ്കാരമാണടാ. ഈ ഉറക്കം മാറ്റുന്നവര് നാളെ ഖബറിന്റെ അകത്ത് പുതുമാരനെ പോലെ കിടന്നുറങ്ങാമടാ. ഈ ഉറക്കം മാറ്റിയിട്ട് എഴുന്നേറ്റ് വരുമ്പോഴാണ് നന്ദിയുള്ളവനാകുന്നടാ. അതുകൊണ്ട് എഴുന്നേക്കടാ എന്ന് വിളിച്ചു പറയുമ്പോ ആ സമയത്ത് ലോകത്തുറങ്ങുന്ന രണ്ട് ജീവികൾ, ആ സമയത്ത് ലോകത്തുറങ്ങുന്ന രണ്ട് ജീവികൾ മാത്രമാണ്. ആരൊക്കെയാ? ഒന്ന് മനുഷ്യൻ, മറ്റൊന്ന് നായ. നായ രാത്രി 10 മണിക്കും 11 മണിക്കും 12 മണിക്കും 1 മണിക്കും ഒക്കെ ഭയങ്കര കൊരയാ. എന്റെ വീടിന്റെ അപ്പുറവും ഇപ്പുറവും 2 വീട്ടിലും നായകളുണ്ട്. 2 വീട്ടിലുണ്ട്. ഒരു വീട് ഹിന്ദുവിന്റെ വീടാണ്, ഒരു വീട് മുസ്ലിമിന്റെ വീടാണ്. അത് നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കുന്ന കേസൊന്നുമില്ലാത്തതുകൊണ്ട് അവർ നായ വളർത്തും. എന്റെ വണ്ടിയിലെ നമ്പർ നോക്കിയിട്ട് കുറയ്ക്കുന്ന നായവരുണ്ട്. നായിക ഭയങ്കര ബുദ്ധിയാ. നിങ്ങളെന്താ വിചാരിച്ചു? നായിക നല്ല ബുദ്ധിയാ. ഇന്നോ വന്നാൽ എല്ലാ ഇന്നോ വന്നാലും പിന്നെ നായ കുറയ്ക്കൂല. എന്റെ വണ്ടി തന്നെ നല്ലപോലെ അറിയാം. പക്ഷേ ഞാൻ ചില ദിവസം വീട്ടിലെത്തുന്നത് വെളുപ്പിന് 4 മണിക്കാണ്. അന്ന് കുറയ്ക്കൂല, കാരണം ആ സമയത്ത് നല്ല ഉറക്ക. ആ സമയം കഴിയുന്നത് മാത്രമേ ഡ്യൂട്ടിയുള്ളൂ. പാണ്ടിക്കാട് ഉസ്താദിനെടുത്ത് ഓരോ ഇരിക്കുമ്പോൾ ഒരു മണല് കയറ്റുന്ന ആൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരു എന്തെങ്കിലും ഒരു തകിടോ കൂടോ നൂലോ എന്തെങ്കിലും വേണം. ഉസ്താദ് ചോദിച്ചു, എന്താടാ? അത് എന്താണെന്നറിയോ, ഈ മണല് കയറ്റുന്ന പരിപാടിയാണ്, മണ്ണ് കയറ്റുന്ന പരിപാടി. രാത്രി പോലീസ് പിടുത്തം തന്നെയാണ്. ഒരു സമാധാനമില്ല, വണ്ടിക്കകത്ത് വയ്ക്കാൻ എന്തെങ്കിലും ഒരു സാധനം തന്നെ. ഉസ്താദ് പറഞ്ഞു, ഞാൻ ഒരു സമയം പറഞ്ഞുതരാം, ആ സമയത്ത് നീ മണ്ണ് കയറ്റാൻ പോയാൽ മതി, ആരും പിടിക്കില്ല. അതെപ്പോഴാന്ന് ചോദിച്ചു. 3 മണി മുതൽ 5:30 മണി വരെയുള്ള ഇടയിലുള്ള സമയം. ഞാൻ പറഞ്ഞു, എന്താ ഉസ്താദ് അങ്ങനെ പറയാൻ കാരണം? ആ സമയത്ത് പോലീസുകാരും പറ്റി നല്ല ഉറക്കാന്ന് പറയാം. നല്ല സൂപ്പർ ഉറക്കം. നിങ്ങൾ റോഡിന്റെ ഹൈവേയുടെ സൈഡിൽ പോലീസ് എന്നാൽ ആ സമയത്ത് ഒരു ഉറങ്ങിയിരിക്കും. വെളുപ്പിന് 4 മണിക്ക് പിടിച്ച് കേരളത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരാൾക്ക് പോലീസ് വെറ്റിയടിച്ച് തന്നിട്ടുണ്ടോ? തരൂല. 12 മണി, 1 മണി, 2 മണി, 3 മണി കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്കകത്ത് തന്നെ. ഇത് അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, നിങ്ങൾ ഈ സമയത്ത് ഒരു കുതിരയെ അതിന്റെ മുതലാളി വിളിച്ചാൽ ചാടി എഴുന്നേക്കും. എന്തിനാണ്? മുതലാളി എനിക്ക് ഭക്ഷണം തരുന്നത് ഞാൻ വിളിക്കുമ്പോ ജോലി ചെയ്യാൻ വേണ്ടിയാ. ഞാൻ വിളിക്കുമ്പോ എഴുന്നേക്കാൻ വേണ്ടിയാ. മുതലാളി തട്ടുമ്പോ ഞാൻ എഴുന്നേക്കണം, പോകാൻ പറഞ്ഞാ പോകണം, വരാൻ പറഞ്ഞാ വരണം. അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, എന്നെ സ്നേഹിക്കുന്നത്, എന്നെ ജീവിതം സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നന്ദിയുള്ളവനായിരിക്കണം. ആ കുതിരയെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, മനുഷ്യൻ അങ്ങനെയല്ല. അല്ലാഹു കൊടുത്ത ഏസിയുടെ തണുപ്പിന്റെ ചോട്ടിൽ കമ്പിളിയുടെ അടിയിൽ കിടന്ന് സുഖലോലുപനായി ഒന്നുകൂടി ബാങ്ക് കേൾക്കുമ്പോ തലയിലേക്ക് മൂടാൻ നിനക്ക് കഴിയുന്നരെന്താ? നീ അല്ലാഹുവിനോട് നന്ദി കെട്ടവനാണെന്ന് വിളിച്ചു പറയുന്നതിന് തുല്യമാണ്. എന്റെ പ്രിയപ്പെട്ടവങ്ങളെ, നിങ്ങൾ നമസ്കാരത്തിൽ എത്ര ജാഗ്രത കാണിച്ചാലും സുബഹി നമസ്കാരത്തിൽ വീഴ്ച വന്നാൽ പ്രശ്നമാണ്. ലോകത്ത് ആ സമയത്ത് എല്ലാ ജീവജാലങ്ങളും ഉണരുന്നതാണ്. ഉത്തരസൂല് പറഞ്ഞല്ലോ, അന്നക്കും തതവക്കലൂന ഹക്ക തവക്കുലിന റസകകം കമാ യർസുഖു തൈറു തഊദു ബിമാസാ വതറൂഹു ബിതാനാ. നിങ്ങൾ അല്ലാഹുവിനോട് നല്ലതുപോലെ പരമേൽപ്പിച്ചാൽ, തവക്കുൽ ചെയ്താൽ, പ്രഭാതത്തിൽ പോയി വൈകുന്നേരം മടങ്ങി വരുന്ന പക്ഷികൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് തരുന്നതാണ്.